2021 എന്ന് പറയുന്ന വർഷം ക്രിപ്റ്റോ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു. ഒരുപാട് കോലാഹലങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും വലിയ കേടുപാടുകൾ കൂടാതെ തന്നെ നമ്മൾ ആ വർഷം കംപ്ലീറ്റ് ചെയ്ത് 2022ലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. 2022 എന്ന് പറഞ്ഞത് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരുപാട് അറ്റൻഷൻ ഗ്രാബിംഗ് ആയിട്ടുള്ള മൊമെന്റ് ആണ്. ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരുപാട് എക്സ്പോഷർ ലഭിക്കാനുള്ള മേജർ അപ്ഗ്രേഡ്സിന് വേണ്ടി ക്രിപ്റ്റോ മാർക്കറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2022 തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിറ്റ്കോയിന്റെ അടുത്ത ടോപ്പ് പ്രൈസിലേക്കുള്ള ഒരു പമ്പ് തന്നെയായിരിക്കും തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മേജർ ക്രിപ്റ്റോ കറൻസി പ്രൊജക്ടുകൾ നിങ്ങൾ ഇപ്പോഴേ നോക്കി വെക്കേണ്ടത് വളരെ അനിവാര്യമാണ്. 2021ന്റെ ബിഗിനിങ്ങിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ള പല പ്രൊജക്ടുകളും അന്നത്തെ ലീസ്റ്റ് പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്തവർ ഇന്നും പ്രോഫിറ്റിലാണ് ഇരിക്കുന്നത് എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെയാണ് 2022ൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഈ വർഷം നിങ്ങൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചധികം പ്രൊജക്ടുകളെ പറ്റിയിട്ടാണ്. സോ ദീസ് ആർ സം ക്രേസി ഇൻവെസ്റ്റ്മെന്റ് ഐഡിയ ഫോർ മൈ ക്രേസി ഫെല്ലോ ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സ്. ഐ നോ യു ഗൈസ് ആർ നോട്ട് ക്രേസി ബട്ട് യു ഗൈസ് ആർ ലേസി. സോ നിങ്ങൾക്ക് വേണ്ടി ടൈം സ്റ്റാമ്പ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ ടൈം സ്റ്റാമ്പിലൂടെ നിങ്ങൾക്ക് എല്ലാ പ്രൊജക്റ്റിലേക്കും സ്കിപ്പ് ചെയ്ത് പോകാൻ സാധിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് സ്മാഷ് ദാറ്റ് ലൈക്ക് ബട്ടൺ ആൻഡ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. 2017 ബിറ്റ്കോയിന്റെ കേസിൽ 2017 ബിറ്റ്കോയിന്റെ ഓൾ ടൈം ഹൈ ബേസ്റ്റ് ഔട്ട് ചെയ്യാൻ ബിറ്റ്കോയിനെ സഹായിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് CME ബിറ്റ്കോയിൻ ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുന്ന അനൗൺസ്മെന്റ് ആയിരുന്നു. 2022ൽ ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റിന് നമ്മൾ ഫെബ്രുവരിയിൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. 2022 ഈ വർഷത്തിൽ ഫസ്റ്റ് ക്വാർട്ടറോട് കൂടി ബിറ്റ്കോയിന്റെ കേസിൽ അതുപോലത്തെ ഒരു അനൗൺസ്മെന്റിന് വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ബിക്കോസ് ഫെബ്രുവരിയോ മാർച്ചോട് കൂടിയിട്ട് ഞാൻ പറയാൻ പോകുന്ന ഈ അനൗൺസ്മെന്റ് വരുന്നതോട് കൂടി ബിറ്റ്കോയിന്റെ കേസിൽ അടുത്ത ഒരു ഓൾ ടൈം ഹൈ നമുക്ക് പ്രതീക്ഷിക്കാം. ബിറ്റ്കോയിന്റെ കേസിൽ 2021ൽ ഒരു ടോപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ച ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ഫ്യൂച്ചർ ETF ആണ്. ദാറ്റ് ഈസ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഇൻ ബിറ്റ്കോയിൻ ഫ്യൂച്ചേഴ്സ്. ഫണ്ടമെന്റലി ബിറ്റ്കോയിൻ ETF ഫ്യൂച്ചേഴ്സ് ബിറ്റ്കോയിനെ സംബന്ധിച്ച് പ്രൈസ് ആക്ഷൻ ഒരുപാട് ഇംപ്രൂവ്മെന്റ് വരുത്തിയെങ്കിലും ഒരുപാട് പ്രൈസ് പമ്പ് വരുത്തിയെങ്കിലും കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താനായിട്ട് ബിറ്റ്കോയിൻ ഫ്യൂച്ചർ ETFന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യാതെ വളരെ ഈസിയായി ബിറ്റ്കോയിനിലും ക്രിപ്റ്റോ കറൻസിയിലും മറ്റ് സ്റ്റോക്കിലെയും പോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അവസരമാണ് ഫ്യൂച്ചേഴ്സ് ETF ബിറ്റ്കോയിനിൽ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കലി ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യാത്തതുകൊണ്ട് കാര്യമായ പ്രൈസ് ആക്ഷനോ പ്രൈസ് മൊമെന്റമോ ബിറ്റ്കോയിന്റെ കേസിൽ ഫ്യൂച്ചർ ETFന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ബട്ട് ക്വാർട്ടർ 1ൽ ദാറ്റ് ഈസ് ഫെബ്രുവരി മാർച്ചോട് കൂടി ബിറ്റ്കോയിന്റെ കേസിൽ സ്പോട്ട് BTC ETF വേണ്ടി ഒരുപാട് കമ്പനികൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സ്പോട്ട് ETF ബിറ്റ്കോയിൻ ഫണ്ട് വിൽ ഡെഫിനറ്റ്ലി ക്രിയേറ്റ് എ മൊമെന്റം ഇൻ ബിറ്റ്കോയിൻ പ്രൈസ്. കാരണം ഫിസിക്കലി ബിറ്റ്കോയിൻ മേടിക്കാനും സ്പോട്ട് ETFന്റെ അപ്രൂവൽ വരുന്നതോട് കൂടിയിട്ട് ഒരുപാട് മണി ഫ്ലോ ബിറ്റ്കോയിനിലേക്ക് കടക്കാനുമായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ് വിൽ പമ്പ് ദ പ്രൈസ് ടു ദ നെക്സ്റ്റ് ഓൾ ടൈം ഹൈ ഇൻ കേസ് ഓഫ് ബിറ്റ്കോയിൻ ബൈ ദിസ് ഇയർ. SECയുടെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഡസൻസ് ഓഫ് ബിറ്റ്കോയിൻ സ്പോട്ട് ETF ആപ്ലിക്കേഷൻസ്, അതായത് എക്സ്ചേഞ്ചുകൾ, അവർക്ക് ഈ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബിറ്റ്കോയിന്റെ കേസിൽ അടുത്ത ഒരു മൊമെന്റം കൂടി വരികയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൺസോൾട്ടേഷൻ നിങ്ങളെല്ലാവരുടെയും ഫ്രസ്ട്രേഷൻ അതോടുകൂടി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അറ്റ് ദ മൊമെന്റ് ബിറ്റ്കോയിൻ ഏകദേശം 40,000 - 42,000 ഇടയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് 30 lakhനും 35 lakhനും ഇടയിലാണ് ബിറ്റ്കോയിന്റെ പ്രൈസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനെ സംബന്ധിച്ച് ഇനിയും ഒരു മാസം കൂടി കൺസോൾട്ട് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടുകയും ഈ ഒരു സമയത്ത് ഡോമിനൻസ് ഡ്രോപ്പ് ഉണ്ടാവുകയും അൾകോയിൻസ് പെർഫോം ചെയ്യാനുമായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഒഴികെ ബാക്കി വരുന്ന പല പ്രൊജക്റ്റുകളും ഇതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള അനൗൺസ്മെന്റുകളും ന്യൂസുകളും അവരുടെ പ്രൈസിൽ ഒരുപാട് മൊമെന്റം ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് പ്രോഫിറ്റ് ഇഫ് യു ഇൻവെസ്റ്റ് റൈറ്റ് അറ്റ് ദ മൊമെന്റ്. സ്പോട്ട് ബിറ്റ്കോയിൻ ETFന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ ഉണ്ടെങ്കിൽ കൂടി ഓൾറെഡി 4-5 കമ്പനികൾ ഇപ്പോൾ SEC അപ്രൂവൽ കൊടുക്കാതെ റിജക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ ഗ്രേ സ്കെയിൽ പോലെയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും സ്പോട്ട് ബിറ്റ്കോയിൻ ETFന് വേണ്ടിയിട്ടുള്ള അപ്രൂവലിന് വേണ്ടി വെയിറ്റിംഗിലാണ്. അതെല്ലാം അപ്രൂവൽ ആയി വന്നു കഴിഞ്ഞാൽ ഫെബ്രുവരിയോട് കൂടി ബിറ്റ്കോയിന്റെ കേസിൽ വലിയൊരു മൊമെന്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
So back to the normal phase within this quarter for sure. Like I always used to say, we should leave a space for the errors in technical analysis, but fundamental analysisലും ഇതുപോലത്തെ ഡിലേസ് കാര്യങ്ങൾ ഉണ്ടാവും. ഞാൻ ഈ പറയുന്നതെല്ലാം പ്യുവർ സ്പെക്യുലേഷൻ ആണ്. മാർക്കറ്റിൽ ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഡിലേ വരാം, ഇതിലെ സമയം നീക്കങ്ങൾ ഉണ്ടാവാം, ഇതിലെ കൺഫർമേഷന് വേണ്ടി ഡിലേ വരാം. ഈ പറഞ്ഞ പോലെ തന്നെ സ്പോട്ട് ETF ബിറ്റ്കോയിന്റെ കേസിൽ വലിയ മൊമെന്റം സാധിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി ബിറ്റ്കോയിന്റെ കേസിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഒരു ഓൾ ടൈം ഹൈ അതിലേക്ക് ബിറ്റ്കോയിൻ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ യു ഷുഡ് എക്സ്പെക്ട് ദി അൺഎക്സ്പെക്ടഡ് ഇൻ ദ ക്രിപ്റ്റോ മാർക്കറ്റ്. The very next sleeping giant is of course none other than the second largest cryptocurrency in the world, Ethereum. എതേറിയത്തിന്റെ കേസിൽ എതേറിയം ടു എതേറിയം 2.0 എന്ന് പറയുന്ന ഷിഫ്റ്റ് ആണ് എല്ലാവരെയും കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഔട്ട് ദാറ്റ് ഇൻ ദ ഐ ബട്ടൺ. 2020 ഡിസംബറിലാണ് എതേറിയം ടു എതേറിയം 2.0യിലേക്കുള്ള ട്രാൻസിഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് സ്റ്റെപ്പുകൾ വഴിയാണ് ഈ ഒരു ട്രാൻസിഷൻ തന്നെ അവർ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് എറേഴ്സും അതുപോലെ ബഗ്സും ഉള്ളതുകൊണ്ട് തന്നെ ഈ എതേറിയം ടു എതേറിയം 2.0യിലേക്കുള്ള ട്രാൻസിഷൻ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2020 അനൗൺസ് ചെയ്ത എതേറിയം 2.0 മൈഗ്രേഷൻ, ദാറ്റ് ഈസ് പ്രൂഫ് ഓഫ് വർക്കിൽ നിന്നും പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്കുള്ള മൈഗ്രേഷൻ ഓൾറെഡി $10 million വർത്ത് ഓഫ് എതേറിയം സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞു, ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അത് ഇനി ഒരു കാരണവശാലും അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല ടിൽ വി ഗെറ്റ് എതേറിയം 2.0 മെയിൻ. എതേറിയം 2.0യിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ദ ബീക്കൺ ചെയിൻ ഓൾറെഡി Q1 കൂടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ദ മെർജ് എന്ന് പറയുന്ന Q2 Q3 വരാൻ പോകുന്ന അടുത്ത പ്രോസസ്സാണ് ഇപ്പോൾ റണ്ണിങ്ങിലുള്ളത്. അതിനുശേഷം അതായത് മെർജ് എന്ന് പറഞ്ഞത് ഏകദേശം 50% എതേറിയം 2.0യിലേക്കുള്ള മൈഗ്രേഷൻ ആണെങ്കിൽ മെർജ് കഴിഞ്ഞ് വരാൻ പോകുന്ന ദ സർജ് എന്ന് പറയുന്ന സ്റ്റെപ്പ് 80% എതേറിയത്തിൽ നിന്ന് എതേറിയം 2.0യിലേക്കുള്ള അതായത് പ്രൂഫ് ഓഫ് വർക്കിൽ നിന്നും പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്കുള്ള മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ് കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കൽ ആവണം എന്നുണ്ടെങ്കിൽ എതേറിയം ഇപ്പോൾ മാർക്കറ്റിൽ ലിക്വിഡേറ്റ് ആയിട്ടുള്ളതെല്ലാം സ്റ്റേക്കിലേക്ക് വരണം. എതേറിയം നോഡ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് ഒരുപാട് ആൾക്കാർ വരണം. പഴയ പോലെ തന്നെ എതേറിയത്തിന്റെ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയി തന്നെ നിലനിൽക്കണം. EIP 1559 എന്ന് പറയുന്ന ഇംപ്രൂവ്മെന്റ് പ്രൊപ്പോസൽ അധികാരത്തിൽ വരണം. ഇത്തരത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ എതേറിയം കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. ഇതിന്റെ ഒക്കെ പേരിൽ പലരും കൺഫ്യൂസ്ഡ് ആണ്. എതേറിയം ഇപ്പോൾ ഹോൾഡ് ചെയ്യണോ അതോ എതേറിയം 2.0 വന്നതിന് ശേഷം വീണ്ടും മേടിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന എതേറിയത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതെല്ലാം ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡു ചെക്ക് ഔട്ട് ദാറ്റ് വീഡിയോ. ഇന്നും ഞാൻ പറയാണ്, എതേറിയം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എതേറിയത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എതേറിയം 2.0യിലേക്ക് വരുന്നതോട് കൂടിയിട്ട് പ്രൈസ് ആക്ഷനിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ ന്യൂസുകളും അനൗൺസ്മെന്റുകളും എതേറിയത്തിന്റെ കേസിൽ വാല്യുവേഷനിൽ എതേറിയം എന്ന് പറയുന്ന ഈതർ എന്ന് പറയുന്ന അവരുടെ ക്രിപ്റ്റോ കറൻസിയിൽ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതാണ് സത്യം. സോ ഡോണ്ട് എവർ വറി അബൌട്ട് ഷിഫ്റ്റിംഗ് ഫ്രം എതേറിയം. അത് അവർ ചെയ്തോളും, നമ്മൾ അതിനെ കുറിച്ച് പറയണ്ട. എനിവേ ഈ വർഷത്തോട് കൂടിയിട്ട് എതേറിയം 2.0യുടെ 80% മൈഗ്രേഷൻ സംഭവിക്കും എന്നുള്ള അനൗൺസ്മെന്റിൽ വരെ എത്തിയിട്ടുണ്ട്. ബഗ്സോ പ്രശ്നങ്ങളോ വേറെ ഫണ്ടമെന്റൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എതേറിയം 2.0 ഈ വർഷത്തോട് കൂടി കംപ്ലീറ്റ് ആവുന്നതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. എതേറിയത്തെ കുറിച്ച് പറയുമ്പോൾ മാറ്റിക്കിനെ ഒഴിവാക്കി നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മാറ്റിക് ഒരു സ്ലീപ്പിംഗ് ജയന്റ് ആണ്. ബിറ്റ്കോയിന്റെ കേസിൽ ബിറ്റ്കോയിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനായി ട്രാവൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊജക്ട് ആണ് എന്നുള്ളതെല്ലാം ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സോ ഡു ചെക്ക് ഔട്ട്. മാറ്റിക്കിന്റെ കേസിൽ ഒരു സെക്കൻഡ് ലെയർ സൊല്യൂഷൻ ആയി എതേറിയത്തിന്റെ കൂടെ എന്നും മാറ്റിക് ഉണ്ടാവും. ഈവൻ 2.0 വന്നാൽ പോലും മാറ്റിക്കിന് എതേറിയത്തിനെ പോലെയുള്ള ഒരുപാട് പ്രൊജക്റ്റുകളെയും സ്മാർട്ട് കോൺട്രാക്ട് റിലേറ്റഡ് പ്രൊജക്റ്റുകളെയും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. മാറ്റിക്കിന്റെ കേസിൽ എതേറിയം 2 ലെയർ സൊല്യൂഷനായി വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മാറ്റിക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. EIP 1559 എന്ന് പറയുന്ന ഈ പ്രൊപ്പോസൽ മാറ്റിക്കിനെയും കൂടി ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ന്യൂസുകളും കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഒരു ലീഡിംഗ് 2 ലെയർ സൊല്യൂഷനായി മാറ്റിക് നിൽക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് പുതിയ ന്യൂ ടെക്നോളജി ഇന്നോവേറ്റീവ് ആയിട്ട് ലെയർ സൊല്യൂഷൻസ് മാറ്റിക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പോളിഗൺ 0 പോളിഗൺ മെയ്ഡൻ എന്ന് പറയുന്ന നെക്സ്റ്റ് ജനറേഷൻ 2 ലെയർ സൊല്യൂഷൻ പ്രോഗ്രാമിംഗിന് തുടക്കം വെച്ചിരിക്കുകയാണ്. ദേ ആർ ആക്ച്വലി അപ്ഗ്രേഡിംഗ് ദെയർ നെറ്റ്വർക്ക്, അപ്ഗ്രേഡിംഗ് ദെയർ സിസ്റ്റം ആൻഡ് ദെയർ എക്കോസിസ്റ്റം. ഡെഫിനറ്റ്ലി ഇത്തരത്തിലുള്ള ഒരുപാട് ഫണ്ടമെന്റൽ സപ്പോർട്ടുകളും അവർ എക്കോസിസ്റ്റത്തിനെ വീണ്ടും സ്ട്രോങ് ആയി നിലനിർത്തുന്നതോട് കൂടിയിട്ട് മാറ്റിക്കിന്റെ ടോക്കന്റെ വാല്യൂയും കൂടുന്നതായിരിക്കും. സോ ഡു ചെക്ക് ഔട്ട് മാറ്റിക് ഫോർ 2022.
കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എന്തുകൊണ്ട് ആരും ആഡയെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നൊരു കൺസേൺ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആഡ ഒരു സ്ലീപ്പിംഗ് ജയന്റ് ആണ് എന്ന് ഞാൻ ലാസ്റ്റ് ലൈവിൽ പറഞ്ഞതിന് ശേഷം ആഡയുടെ പ്രൈസിൽ വലിയ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി. 97 നിന്നും 127ലേക്കാണ് ആഡ പമ്പായിട്ടുള്ളത്. ഒരുപാട് പ്രോഫിറ്റ് എടുത്തു ഞാൻ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരും പ്രോഫിറ്റ് എടുത്തു എന്ന് വിചാരിക്കുന്നു. ആഡ ഈസ് ഓഫ് കോഴ്സ് എ സ്ലീപ്പിംഗ് ജയന്റ്. ഐ ആം സ്റ്റിൽ ബുള്ളിഷ് ഓൺ ആഡ. കാരണം ആഡയിൽ എനിക്ക് തോന്നുന്നു സ്മാർട്ട് കോൺട്രാക്ടിന്റെ വരവോട് കൂടി സെപ്റ്റംബറിൽ ഒരുപാട് പ്രൈസ് ആക്ഷൻ ഹെൽപ്പ് ഔട്ട് ചെയ്തു. എന്നാൽ അവിടെ നിന്ന് ഒരുപാട് ബഗ്സും കാര്യങ്ങളും പ്രശ്നങ്ങളും കാരണം ആഡയിലെ സ്മാർട്ട് കോൺട്രാക്ട് ഇംപ്ലിമെന്റേഷൻ കറക്റ്റ് വർക്ക്ഔട്ട് ആവാതെ വന്നു. ഏകദേശം 200ഓളം പ്രൊജക്ടുകളാണ്, DApps-കളാണ് കഡാനോ സ്മാർട്ട് കോൺട്രാക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. എല്ലാം പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ട് വന്നു. എന്നാൽ പോലും $10 മില്യൺ മുകളിൽ എത്രയോ വാല്യുവേഷൻ കളക്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് റിയാലിറ്റി. സോ ദേ ആർ സ്റ്റിൽ സ്ട്രോങ് ലൈക്ക് ദേ നെവർ ബിഫോർ. ഈ വരുന്ന വർഷം 3 മേജർ പ്രൊജക്ടുകളാണ് കഡാനോ സ്മാർട്ട് കോൺട്രാക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് സൺഡേ സ്വാപ്പ്, പാൻകേക്ക് സ്വാപ്പും അതുപോലെ യൂണിസ്വാപ്പും പോലെയുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആയിരിക്കും. അതുപോലെ തന്നെ Q1 Q2 കൂടിയിട്ട് അഡാന എന്ന് പറയുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് സ്റ്റേബിൾ കോയിൻ ഹബ് സ്മാർട്ട് കോൺട്രാക്റ്റിൽ കഡാനോ സ്മാർട്ട് കോൺട്രാക്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Q3 കൂടി തന്നെ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം. അതിന്റെ കൂടെ മേജർ ആയിട്ടുള്ള അടുത്തൊരു പ്രൊജക്ട് ആവേ പോലെയുള്ള ലെൻഡിങ് ആൻഡ് ബോറോയിങ് ആയിട്ടൊരു DeFi പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മെൽഡ് എന്നാണ് ആ പ്രൊജക്ടിന്റെ പേര്. ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ വരുന്നതോട് കൂടി ഇവിടെ അനൗൺസ്മെന്റുകളുടെ ലോഞ്ചും അപ്ഡേറ്റ്സും വരുന്നതോട് കൂടി ഡെഫിനറ്റ്ലി കഡാനോ എക്കോസിസ്റ്റം വലുതാവുകയും ആഡ് എന്ന് പറയുന്ന ടോക്കന്റെ വാല്യുവേഷൻ കൂടുകയും ചെയ്യും. സോ യു ഡോണ്ട് ഹാവ് ടു മിസ് ഔട്ട് ദിസ് പമ്പ് ഫോർ ഷുവർ. അടുത്തതായി നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2 പ്രൊജക്ടുകളിൽ ഒന്ന് ഡോട്ട്, അതുപോലെ തന്നെ സൊലാന. ഡോട്ടിന്റെ കോമ്പറ്റീറ്റർ ആയി വന്നിരിക്കുന്ന സൊലാനയുടെ ബെറ്റ സ്റ്റേജ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇപ്പോഴും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ഡെവലപ്പ് ചെയ്യാനും വളരെ ഫാസ്റ്റസ്റ്റ് ട്രാൻസാക്ഷനോട് കൂടി സൊലാനയ്ക്ക് നിലനിൽക്കാനും പറ്റുന്നുണ്ട്. സോ സൊലാനയുടെ മെയിൻ നെറ്റ് ലോഞ്ച് ഈ വരുന്ന വർഷം മാർച്ചിൽ Q1 2 കൂടി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ശേഷം സൊലാനോ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ സൊലാന എന്ന് പറയുന്ന ടോക്കന്റെ പ്രൈസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഡോട്ടിന്റെ ഓൺ ചെയിൻ ഗവേണൻസ് എന്ന് പറയുന്ന സിസ്റ്റം സൊലാനയുമായി സിമിലർ ആയിട്ട് ഒരു സിസ്റ്റം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോട്ടിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അതിൻ്റെതായിട്ടുള്ള ഒരു സാധനവും ഈ ഒരു ബ്ലോക്ക് ചെയിൻ ബിസിനസ്സിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സോ വാച്ച് ഔട്ട് ദീസ് 2 പ്രോജക്ട് ഇൻ ദിസ് ഇയർ. ഇവരുടെ കൂടെ ആക്സി ഇൻഫിനിറ്റി, അതുപോലെ തന്നെ മെറ്റാവേഴ്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാൻഡ്, മാനയും സെറ്റയും പോലെയുള്ള പ്രോജക്റ്റുകൾ, ഇവരൊക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ റവല്യൂഷണറി ഐഡിയ എല്ലാവരിലേക്കും ആക്സസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന ടൂളുകൾ എല്ലാവർക്കും അഫോർഡബിൾ ആയി മാറണം. ദിസ് വിൽ ടേക്ക് ടൈം. ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനി മെറ്റ എന്ന് പറയുന്ന ഒരു റവല്യൂഷണറി ഐഡിയയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത് തന്നെ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ എന്ന ഒരു തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നോക്കിയ പോയ പോലെ, കൊഡാക്ക് പോയ പോലെ ഫേസ്ബുക്കും വൈപ്പ് ഔട്ട് ആവാനായിട്ടുള്ള ചാൻസസ് ആർ വെരി ഹൈ. സോ ക്രിപ്റ്റോ മാർക്കറ്റിൽ മെറ്റാവേഴ്സിന്റെ സാന്നിധ്യവും മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ വലുപ്പവും നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഈവൻ ഐ കാൺ റിയലി ഡൈജസ്റ്റ് ദ പോസിബിലിറ്റി ഓഫ് മെറ്റാവേഴ്സ് ഇൻ ദിസ് ബിസിനസ്. നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു വളർച്ചയിലേക്ക് മെറ്റാവേഴ്സ് പ്രൊജക്ടുകൾ എത്തുമ്പോൾ ആക്സി ഇൻഫിനിറ്റി, സാൻഡ്, മാന പോലെയുള്ള പ്രൊജക്ടുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നമ്മളാണ് നഷ്ടങ്ങൾ വരുത്താൻ പോകുന്നത്. ഈ ഒരു ലിസ്റ്റിന് പുറമെ ഡോജ് കോയിൻ ഇപ്പോൾ ടെസ്ല മെർച്ചൻഡൈസേഴ്സിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതും ലിറ്റ് കോയിൻ, വെറ്റ് പോലെയുള്ള റവല്യൂഷണറി ഐഡിയാസ് ഒരുപാട് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊജക്ടുകളുടെ സാന്നിധ്യവും 2022 നിറഞ്ഞെടുക്കാൻ പോവുകയാണ്. അഫ്കോഴ്സ് ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചുകൾ നടത്തിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിന് പുറമെ ഏതെങ്കിലും ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കോഡ് റിവ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കണം. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്മാഷ് ദാറ്റ് ലൈക്ക് ബട്ടൺ. This is your Crypto Master signing off from Crypto Tribe. I will be seeing you very soon. Godspeed.